CPI PM ശ്രീ വിഷയത്തിൽ ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നപ്പോൾ എടുത്ത സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. എന്നാൽ വീഴ്ചകളും പോരായ്മകളും ഒക്കെ സ്വാഭാവികമായി സംഭവിക്കാം, വിമർശനങ്ങൾ ഉണ്ടാകാം. വിമർശനത്തിന് ആരും അതീതനുമല്ല. അപ്പോൾ പുതിയ ആളുകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വീകരിക്കേണ്ട കാര്യം. പുതിയ തലമുറയിലെ ആളുകളേക്ക് വളരെ പെട്ടെന്ന് കൊള്ളാവുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് രണ്ടു പേരിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുകയാണോ പാർട്ടിയിൽ നിന്നുള്ള മനസ്സെന്താണെന്ന് അറിയാൻ പറ്റുന്ന ബ്രാഞ്ച് സെക്രട്ടറിക്കും ബ്രാഞ്ചിലെ മെമ്പർമാർക്കുമാണ്. 26 ഇലക്ഷൻ, നിയമസഭ ഇലക്ഷൻ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് LDF ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മുടെ PM ശ്രീ വിഷയത്തിലേക്ക് വന്നാൽ CPI എടുത്ത ഒരു സ്റ്റാൻഡ്, ഭരണപക്ഷത്തിരിക്കുമ്പോഴും CPI ഇതിനകത്തെടുത്ത ശക്തമായ നിലപാടുണ്ട്. പിന്നീട് ഇപ്പോഴും CPI വെക്കുന്ന ഒരു നിലപാട്. ഇടതുപക്ഷത്ത് PM ശ്രീയിൽ CPI ആണ് ശരിയെന്ന് തോന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെല്ലാം വന്നു നിൽക്കുന്നതൊക്കെ. ചോദ്യമുനകൾ ഉയരുമ്പോഴും CPM ആണ് പ്രതിക്കൂട്ടത്തിലാവുന്നത്. കുറച്ചുകൂടി സ്റ്റാൻഡ് ക്ലിയർ ആക്കേണ്ടിയിരുന്നില്ലേ ഭരണപക്ഷത്തുള്ളപ്പോൾ? CPIയുടെ വാക്കുകൾക്ക് കുറച്ചുകൂടി ഗൗരവം കൊടുക്കേണ്ടിയിരുന്നില്ലേ? അങ്ങനെ തോന്നലുണ്ട്. അല്ല, CPI PM ശ്രീ വിഷയത്തിൽ ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നപ്പോൾ എടുത്ത സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. അതിന് മൂർച്ച കൂട്ടിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ ശക്തമായ നിലപാടുകളിലേക്ക് കടന്നു. മന്ത്രിസഭാ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ പോലും കർശനമായ സ്റ്റാൻഡ് CPI സ്വീകരിച്ചു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ BJPയുടെ ഗവൺമെൻറ് പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമ്പോൾ ഓൾ ഇന്ത്യ ബേസിൽ 14,600 സ്കൂളുകളിൽ ഈ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു പറഞ്ഞു. അതിൽ പറയുന്നു, ഒരു ബ്ലോക്കിൽ ഇപ്പോൾ മൂവാറ്റുപുഴ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്. ഏതാണ്ട് അസംബ്ലി മണ്ഡലത്തിൻ്റെ നല്ലൊരു ഭാഗം ഉൾപ്പെടും. അവിടെ 2 സ്കൂളിന് പൈസ കൊടുക്കും. 1,13,00,000 രൂപ ഒരു സ്കൂളിന്, മറ്റൊരു സ്കൂളിന് 1,13,00,000. അതിൻ്റെ 60% തുക സെൻട്രൽ ഗവൺമെൻറ്, 40% ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കണം അപ്പോഴും. അപ്പോൾ ഇത് വലിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ 14 ജില്ലകളിൽ ഇത്രയധികം വരുന്ന ബ്ലോക്കിൻ്റെ പരിധിക്ക് അകത്ത് വരുന്ന സ്കൂളുകൾക്ക് കൊടുക്കുന്ന പൈസ അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനോ അല്ലെങ്കിൽ അവർക്ക് സ്മാർട്ട് ക്ലാസ് റൂമുകൾക്കോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കോ വിദ്യാർത്ഥികൾക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടി പണം വരുന്നതിന് ഞങ്ങളെതിരല്ല. പക്ഷേ ഇതൊരു വലിയ കാര്യമാണ് എന്നൊരു വസ്തുകൂടെ പറയുകയും അതിനോടൊപ്പം തന്നെ ഒരു കാവ്യവൽക്കരണം, ഒരു RSSന്റെ അജണ്ട വിഷയങ്ങളടക്കം മാറ്റുന്ന RSS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനെ കുറിച്ച് എന്തിനാണ് മലയാളികളായിട്ടുള്ള നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഒരു ഹിഡൻ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. കേരളം അതുകൊണ്ട് ശക്തമായി ഈ വിഷയത്തിൽ എതിർക്കണമെന്ന് തീരുമാനിച്ചു. CPI അതിലൊരു തെളിഞ്ഞ നിലപാട് സ്വീകരിച്ചു. അതേസമയം ഈ PM ശ്രീ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് 1,400 ചിലവാനും വരുന്ന കോടി രൂപ നമുക്ക് കിട്ടുമോ, നഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞത്, ആ പൈസ ഇവിടെ ജനങ്ങൾ വേണമെങ്കിൽ തരും. ഇപ്പോൾ ഒന്നാം LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിലെ സ്കൂളുകൾ ഹൈടെക് ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. ശരാശരി എല്ലാ അസംബ്ലി മണ്ഡലത്തിലും ഒരു 15 കോടി രൂപയെങ്കിലും സ്കൂളുകളുടെ നിലവാരം ഉയർത്താൻ, അടിസ്ഥാന സൗകര്യം ഉയർത്താൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇന്ന് പുതിയ കാലത്ത് കുട്ടികൾക്ക് അത്യന്താപേക്ഷിതമാണ്. സർക്കാർ സ്കൂളുകളിൽ മാത്രം എത്രയോ വലിയ പ്രോജക്റ്റാണ് ഈ കേരളത്തിൽ നടപ്പാക്കിയത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ. അപ്പോൾ പണമില്ലെങ്കിൽ അത് കിഫ്ബി വഴിയോ മറ്റ് സൗകര്യങ്ങളോ ഉപയോഗിച്ച് കൊണ്ടുവരും. ഇനി ഈ 1,400 ചിലവാനും കോടിയുടെ ആവശ്യം ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിന് ഈ കേന്ദ്ര സർക്കാരിൻ്റെ തിട്ടൂരത്തിന് വഴങ്ങി നമ്മളെ ഒരു അടിമയായി ഇനി പൈസ വാങ്ങുന്നതിന് പകരം ജനങ്ങളോട് ചോദിച്ചാൽ പൈസ കിട്ടും എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ ഒരു ചരിത്രത്തെ ഇങ്ങനെ ഒരു വളച്ചൊടി? ക്ലിയർ ആണ്. ഇനി അവസാനമായൊരു ചോദ്യം കൂടെ. നമ്മുടെ മുഖ്യമന്ത്രി 30 ദിവസം കഴിഞ്ഞ് 2ാം മാസത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. VD സതീശൻ ഒരു മാർക്ക് ഇട്ടാൽ 10ൽ എത്ര മാർക്ക് കൊടുക്കാൻ സാധിക്കും? മാർക്ക് ഇടാനുള്ള ഒരു സമയമായിട്ടില്ല. ഇപ്പോൾ ഒരു ഗവൺമെന്റ് വന്നതിന് ശേഷം അതിൻ്റെ ഒരു ആദ്യ ഘട്ടമാണല്ലോ, അതിൻ്റെ ഒരു ആദ്യ സ്റ്റേജിലാണ്. അപ്പോൾ ഈ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ എന്നെ അതിശയപ്പെടുത്തിയൊരു കാര്യം, കഴിഞ്ഞ 10 വർഷം ലൈഫ് ഭവന പദ്ധതിയിൽ 5 ലക്ഷത്തി സംതിങ് ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകി. ഇപ്പോൾ VD സതീശൻ ധനകാര്യ വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിനകത്ത് ലൈഫ് ഭവന പദ്ധതി എന്ന ഒരു പരാമർശം പോലുമില്ല. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയുടെ ഒരു ചരമക്കുറിപ്പാണ് സത്യത്തിൽ ആ ബഡ്ജറ്റ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ പരിശോധിച്ചാൽ സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ച് പരാമർശമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട് ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ UDF ജനങ്ങളോട് പറഞ്ഞതിൽ, ഇപ്പോൾ
KSRTC യാത്ര നിശ്ചയിച്ചു. ഓക്കെ, നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുക. KSRTC ഇപ്പോൾ എല്ലാ വർഷവും 1400 ചില്ലുവാനും കോടി രൂപ എല്ലാ വർഷവും ഗവൺമെൻറ് അങ്ങോട്ട് കൊടുക്കുക പെൻഷന് വേണ്ടി. അതിൻ്റെ കൂടെ ഒരു 65 കോടി രൂപ അഡീഷണൽ ചെലവ് വരുമെന്ന് UDFൻ്റെ കണ്ടെത്തൽ, അല്ലെങ്കിൽ ആ ഗവൺമെൻറ് 65 കോടി കൂടി മുടക്കി സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര കൊടുത്താൽ അതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം അത് നമ്മളതിനെ എതിർക്കാൻ അത് വേണം. പക്ഷെ അപ്പോഴും ഇലക്ഷൻ കാലത്ത് പിന്നെ ഫാസ്റ്റിലോ സൂപ്പർ ഫാസ്റ്റിലോ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ KSRTC എന്ന് പറയുന്നത് ജനറലാണല്ലോ. ജനറലായി നമ്മൾ KSRTC യാത്ര എന്ന് പറഞ്ഞു, പക്ഷെ അതില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ ബജറ്റിൻ്റെ ഒരു സൂചന കുറച്ച് അപകടമുണ്ട്. ഇപ്പോൾ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ മാതൃകാപരമായി തോമസ് ഐസക്ക് ബിൽഡപ്പ് ചെയ്തുകൊണ്ടുവന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ആ സംവിധാനം കിഫ്ബി ഇപ്പോൾ പുനഃസംഘടനയെക്കുറിച്ച് പറയുന്നു. കിഫ്ബിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് കേന്ദ്രം കാണുന്ന സംശയാസ്പദമായി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് ബലം വയ്ക്കുന്ന നിലയ്ക്ക് കേന്ദ്രവും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ UDF സംവിധാനവും അതിനോടൊപ്പം യോജിച്ച് ഒരുമിച്ച് നീങ്ങുന്നതിൻ്റെ സൂചനകളും കാണുവാണ്. അതുകൊണ്ട് ഈ ബജറ്റ് ഒക്കെ ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു അട്രാക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നു നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ മെഡിക്കൽ കോളേജ് 2 തുടങ്ങും എന്ന് പ്രഖ്യാപിച്ചു ബജറ്റിനകത്ത്, അല്ലേ? 2 മെഡിക്കൽ കോളേജ് തുടങ്ങും. എല്ലാ കുടുംബത്തിനും പിന്നെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഒരു സ്കീം, 25 ലക്ഷം രൂപയുടെ ഒരു സുരക്ഷിതത്വം പറയുന്ന ഒരു സ്കീമാണ്. പക്ഷെ ഇതിനൊക്കെ എവിടെയാണ് പണം എന്ന് സംബന്ധിച്ചൊന്നും ഒരു കണക്കില്ല. ബജറ്റിൽ അങ്ങ് അടിച്ചു വിടുവാണ്. ബജറ്റിൽ പറയാൻ വളരെ എളുപ്പമുണ്ട്. ബജറ്റിൽ ആഹ്വാനം ചെയ്യുകയാണ്. ആ ബജറ്റിൽ പറയുന്ന കാര്യം അടുത്ത ബജറ്റ് അവതരിപ്പിക്കുന്ന കാലയളവ് വരെയുള്ള സമയത്തോ, അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് 2026-27 പൂർണ്ണ ബജറ്റ് ഒരു കാര്യം പറയുമ്പോൾ അത് 5 വർഷം കൊണ്ട് നടപ്പാക്കുന്നതാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു പണലഭ്യതയെക്കുറിച്ച്, അതിൻ്റെ സോഴ്സിനെക്കുറിച്ച്, വരുമാന വർധനവിനെക്കുറിച്ച്, നിലവിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിനെക്കുറിച്ച് ഇതൊന്നും പറയാതിരിക്കുകയും ജനങ്ങൾ നോക്കുമ്പോൾ ഇതെന്തോ വലിയ കാര്യമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ബഡ്ജറ്റാണ്. ഇപ്പം VM സുധീറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ പിന്നെ മദ്യ ഉപഭോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ മദ്യത്തിൻ്റെയും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെയും അതിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് സംബന്ധിച്ചിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹമൊക്കെ UDFൻ്റെ കാഴ്ചപ്പാട് എന്താണ്? മദ്യ ഉപഭോഗം മെല്ലെ കുറച്ച് കൊണ്ടുവരണം, അതിന് മെല്ലെ ഇതെല്ലാം കുറയ്ക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ആ കുറയ്ക്കണമെന്ന് പറയുന്ന അതേ കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് അവർ പറയുന്നത് എന്താണ്? വീര്യം കുറഞ്ഞ മദ്യം അത് അതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നികുതി കുറച്ച് നൽകാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ വേറെ ചില അജണ്ടകളുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. വളരെ സന്തോഷമാണ്. നമസ്കാരം.